ദുർമന്ത്രവാദവും ആഭിചാരക്രിയകളുമായി സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് വനിതാ കമ്മീഷൻ അംഗം പി കുഞ്ഞായിഷ. കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ വനിതാ കമ്മീഷൻ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു കമ്മീഷൻ. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. മലബാറിൽ പലയിടങ്ങളിലും സ്ത്രീകളെ മുൻനിർത്തിയുള്ള ദുർമന്ത്രവാദവും ആഭിചാരക്രിയകളും രഹസ്യമായി നടക്കുന്നതായി വനിതാ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും സ്ത്രീകളെ ഈ രീതിയിൽ ചൂഷണം ചെയ്യുന്നതിനെതിരെ ജാഗ്രതാ സമിതികൾക്ക് ഇടപെടുന്നതിനുള്ള നിർദ്ദേശം നൽകുമെന്നും സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം പി കുഞ്ഞായിഷ പറഞ്ഞു. ചില ജില്ലകളിൽ ഇത് സംബന്ധിച്ച പരാതികളും ലഭിച്ചിട്ടുണ്ട്. കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ വനിതാ കമ്മീഷൻ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു കമ്മീഷൻ അംഗം. നമ്മൾ കൂടുതലായിട്ട് കാണുന്ന ഇപ്പം മലബാറിൽ പലയിടങ്ങളിലും സ്ത്രീകളെ മുൻനിർത്തിയിട്ടുള്ള ദുർമന്ത്രവാദവും അതുപോലെ തന്നെ ആഭിചാര ക്രിയകളൊക്കെ വളരെ രഹസ്യമായിട്ട് നടക്കുന്നതായിട്ട് വനിതാ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചില ജില്ലകളിൽ നിന്ന് നമുക്ക് അത്തരത്തിലുള്ള പരാതികളും ലഭിച്ചിട്ടുണ്ട്. സ്ത്രീകളെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്ന ആളുകളെ പൊതുജന മധ്യത്തിൽ തുറന്നു കാട്ടപ്പെടേണ്ട ആവശ്യകത മനസ്സിലാക്കി ഈ വിഷയം വളരെ ഗൗരവമായി ഏറ്റെടുത്ത് വനിതാ കമ്മീഷൻ കൈക്കൊള്ളാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ പാവപ്പെട്ട സ്ത്രീകളെ അവരുടെ വിശ്വാസങ്ങൾ ചൂഷണം ചെയ്ത് ഇത്തരത്തിലുള്ള ദുർമന്ത്രവാദത്തിലും അതുപോലെ തന്നെ ആഭിചാര ക്രിയക്കൊക്കെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രവണത പ്രത്യേകിച്ച് മലബാറിലാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഇടപെടുന്നതിന് വേണ്ടിയും ജാഗ്രതാ സമിതിക്ക് നിർദ്ദേശം കൊടുക്കാനും വനിതാ കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. പാവപ്പെട്ട സ്ത്രീകളെ ദുർമന്ത്രവാദത്തിന്റെയും ആഭിചാര ക്രിയകളുടെയും പേരിൽ ചൂഷണം ചെയ്യുന്നവരെ പൊതുജന മധ്യത്തിൽ തുറന്നു കാണിക്കണം. സാധാരണക്കാരായ സ്ത്രീകളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് ദുർമന്ത്രവാദത്തിലേക്കും ആഭിചാര ക്രിയകളിലേക്കും നയിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നവർക്കെതിരെ നടപടി ആവശ്യമാണ്. ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിന് ജാഗ്രതാ സമിതികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാസർഗോഡ് തിങ്കളാഴ്ച നടത്തിയ സിറ്റിംഗിൽ 38 പരാതികൾ പരിഗണിച്ചു. ഇതിൽ 7 തീർപ്പാക്കുകയും ചെയ്തു. 31 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെക്കുകയും പുതുതായി ഒരു പരാതി ലഭിക്കുകയും ചെയ്തു. അഡ്വക്കേറ്റ് പി സിന്ധു, ASI അനിത, ലീഗൽ അസിസ്റ്റന്റ് രമ്യ, വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ ജ്യോതി എന്നിവരും സിറ്റിംഗിൽ പങ്കെടുത്തു. ഗാർഹിക പീഡനങ്ങൾ സംബന്ധിച്ച പരാതികളും ലഭിച്ചു. കുടുംബ പ്രശ്നങ്ങളെ യുവതലമുറ വൈകാരികമായി സമീപിക്കുന്നത് വർദ്ധിച്ചു വരികയാണെന്ന് കമ്മീഷൻ അംഗം വിലയിരുത്തി. ഗാർഹിക പീഡനവും വഴിത്തർക്കവും അതുപോലെ തന്നെ സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികളാണ് കൂടുതലായിട്ടും വന്നിട്ടുള്ളത്. നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ കുടുംബ പ്രശ്നങ്ങളെ വൈകാരികമായിട്ടാണ് എടുക്കുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു വിധത്തിലുള്ള വിട്ടുവീഴ്ചകളും കൈക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. അതുപോലെ തന്നെ വഴിത്തർക്കവും സാമ്പത്തിക ഇടപാടുകളൊക്കെ സ്ത്രീകളെ മുൻനിർത്തി കൈകാര്യം ചെയ്യുന്ന ഒരു പ്രവണത കൂടി കണ്ടുവരുന്നു. അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള പരാതിയും ഇന്ന് കമ്മീഷന്റെ മുന്നിൽ വന്നിട്ടുണ്ട്. പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ടായിട്ടും പോലീസിൽ നിന്നും പ്രൊട്ടക്ഷൻ ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയും കമ്മീഷന്റെ മുന്നിൽ വന്നിട്ടുണ്ട്. പ്രൊട്ടക്ഷൻ ഓർഡർ കോടതിയിൽ നിന്ന് കിട്ടുകയും പക്ഷെ ആ പ്രൊട്ടക്ഷൻ പോലീസ് കൃത്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ല എന്ന പരാതിയുമായിട്ടും ഇന്ന് സ്ത്രീകൾ വന്നിട്ടുണ്ടായിരുന്നു. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നില്ല. വഴിത്തർക്കങ്ങളും സാമ്പത്തിക ഇടപാടുകളും ഉൾപ്പെടെ സ്ത്രീകളെ മുൻനിർത്തി കൈകാര്യം ചെയ്യുന്ന പ്രവണതയും വർദ്ധിച്ചു വരികയാണ്. മുതിർന്ന സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ നടപടി ആവശ്യപ്പെട്ട് കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടായിട്ടും ആവശ്യമായ സംരക്ഷണം നൽകിയില്ലെന്ന പരാതിയും കമ്മീഷന് മുന്നിലെത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.